വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, നമ്മൾ ഈ സർക്കാർ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകി, അല്ലെങ്കിൽ ഇതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചില്ല എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോഴാണ് ഈ കമ്മീഷൻ തന്നെ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് സർക്കാരിന്റെ മുന്നിൽ. നമുക്കറിയാം 2020 വിവരാവകാശ പ്രകാരം ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വരുമ്പോൾ സർക്കാർ പറഞ്ഞത് സഭയിൽ ഇത് വെക്കാനുണ്ട്. പക്ഷെ സഭയിൽ അതുകൊണ്ട് നിയമസഭയുടെ അധികാരാവകാശങ്ങൾ വെച്ചിട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സാധിക്കില്ല. സഭയുടെ ഈ പറഞ്ഞ പോലെ അങ്ങനെയായിരുന്നു അന്നത്തെ വാദം. അത് പിന്നീട് മാറി. ഇത്രയും നാൾ കഴിഞ്ഞിട്ട് 4-4.5 വർഷമായിട്ട് സഭയിൽ വെച്ചില്ല. ഏറ്റവും ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം തന്നെ റിപ്പോർട്ട് പുറത്തുവിടുന്നു. അങ്ങനെ പുറത്തു വരുമ്പോൾ സന്ദേഹമുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കാതലായ ഭാഗങ്ങൾ ഒഴിവാക്കുന്നു. അങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അതിനിടയിലാണ് ഈ കമ്മീഷൻ തന്നെ ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നത് എന്നത് അതും വിചിത്രമായി തോന്നുന്നില്ലേ? അഭിലാഷ, ക്ഷമിക്കണം രഞ്ജിത്ത്, അതിലൊരു കാര്യമുള്ളത്. സ്വാഭാവികമായും അതിൽ കമ്മീഷൻ പറയുന്നത് വി ഹാവ് ബീൻ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് laid down by the Supreme Court in various decisions in keeping the matter extra confidential. It would also take the liberty to alert you to follow these principles before parting with the report to anybody in a routine manner. അത് സാധാരണമായി എല്ലാ റിപ്പോർട്ടുകളും കൈമാറാൻ കഴിയാത്തതിന് കാരണമായി ജസ്റ്റിസ് ഹേമ പറയുന്നത് ഇത് ലൈംഗിക പീഡന ആരോപണമാണ്. അവിടെ അത് പുറത്തു വരുമ്പോൾ ഇരകളുടെ പേരുവിവരങ്ങൾ പുറത്തു പോകും. ഇങ്ങനെ റിപ്പോർട്ട് എല്ലാ ഉള്ളടക്കവും കൊടുത്താൽ സ്വാഭാവികമാണ് അക്കാര്യം. അതിനപ്പുറത്തേക്ക് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്ന് റിപ്പോർട്ടിലെ ആ പേരുകൾ ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടതുപോലെ നേരത്തെ ഇത് പുറത്തുവിടാൻ കഴിയുമായിരുന്നു. അതൊരു വശം. മറ്റൊന്ന്, ഇതുവരെയും ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ലെന്ന് തൻ്റെ പക്കലില്ല, സാംസ്കാരിക വകുപ്പിൻ്റെ പക്കലില്ല എന്നുമൊക്കെ പറയുന്ന മന്ത്രിയുടെ വാദം കൂടിയാണ് ഈ കത്ത് പൊളിക്കുന്നത്. 2 കോപ്പി, അതിൻ്റെ ഒരു കോപ്പി ചീഫ് മിനിസ്റ്റർക്കും ഒരു കോപ്പി അന്നത്തെ സാംസ്കാരിക വകുപ്പിന് ഹോണറബിൾ മിനിസ്റ്റർ ഫോർ കൾച്ചറൽ അഫയേഴ്സ്. ഈ കൃത്യമായി തന്നെ മിനിസ്റ്റർ, ഈ മന്ത്രി അടക്കം തങ്ങൾ ഈ റിപ്പോർട്ട് വായിച്ചില്ല എന്ന് പറയും. ഇവരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന കാര്യത്തിലാണ് നമുക്ക് സംശയവും വലിയ ആശങ്കയും ഒക്കെ ഉണ്ടാകുന്നത്. കാരണം ഓൺ 31 December 2019 the report 1+2 copies was handed over to the Honorable Chief Minister and a copy was handed over to the Honorable Minister for Cultural Affairs along with various documents which were relied upon by the committee. The copies are not readily available in the office എന്നാണ്. അതായത് സജി ചെറിയാൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് ശരണ്യയ്ക്ക് അതിന്റെ വ്യക്തത കുറച്ചുകൂടി നൽകാൻ സാധിക്കും. ശരണ്യോട് സംസാരിച്ചപ്പോൾ സജി ചെറിയാൻ അല്പം മുമ്പ് പറഞ്ഞൊരു കാര്യം പ്രധാനമാണല്ലോ. അദ്ദേഹം പറയുന്നത് തങ്ങളുടെ പക്കൽ ഇതില്ല, തങ്ങളിതൊന്നും വായിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല, മൊത്തം വായിച്ചതും നടപടി എടുക്കേണ്ടതുമൊക്കെ ഉദ്യോഗസ്ഥരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കരുതേണ്ടത് ഈ മന്ത്രിമാരെ കുറിച്ച്? ഇവരിത് കയ്യിൽ കിട്ടിയിട്ടും ഇവരുടെ ഓഫീസിൽ ഉണ്ടായിട്ടും ഇത് വായിച്ചു നോക്കാതിരിക്കാൻ ഇവർക്ക് എന്താ അക്ഷരം അറിയാത്തവരാണോ? അതെ, അതാണ് രഞ്ജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ട. അല്പസമയം മുമ്പ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയത് ഈ റിപ്പോർട്ട് താൻ കണ്ടിട്ടേ ഇല്ല, താൻ വായിച്ചിട്ടേ ഇല്ല എന്നുള്ള ആവർത്തിച്ച നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വളരെ കൃത്യമായി സാംസ്കാരിക വകുപ്പിന് ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്, സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് തന്നെ ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എന്ന് കൃത്യമായി ജസ്റ്റിസ് ഹേമയുടെ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവർ കൃത്യമായി പറയുന്ന ഒരു കാര്യം, നേരത്തെ വി അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരകളാക്കപ്പെട്ട സ്ത്രീകളുടെ വിവരങ്ങൾ പുറത്തു വരരുതെന്ന ആളാണ്. പക്ഷേ അതിക്രമം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കരുതെന്ന് ജസ്റ്റിസ് ഹേമ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ജസ്റ്റിസ് ഹേമയുടെ ഈ കത്തിന്റെ മറ പിടിച്ചാണ് ഇത്തരത്തിൽ ഈ വിവരം പുറത്തുവിടരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, മന്ത്രി കുറച്ചു നേരത്തെ നമ്മൾ ചോദിച്ചു മന്ത്രിയോട് എന്തുകൊണ്ട് ഈ ഇങ്ങനെ ഒരു റിപ്പോർട്ട്, അതായത് നമുക്കിപ്പോൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തേക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ പേര് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ജസ്റ്റിസ് ഹേമ സർക്കാരിന് കൈമാറിയിട്ടുള്ള റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ആ പേര് വിവരങ്ങൾ സഹിതം ഉള്ള മൊഴികൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു പ്രഹസനമായി ഒരു കോൺക്ലേവ് നടത്തി ഈ ഒത്തുതീർപ്പ് ചർച്ചകൾക്കുള്ളിൽ ഉള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനപ്പുറത്തേക്ക് ഇരകളാക്കപ്പെട്ട അതിക്രമം നേരിട്ട സ്ത്രീകൾക്ക് വേണ്ടി ആണ് നമ്മൾ അല്ലെങ്കിൽ സർക്കാർ നിലകൊള്ളേണ്ടത് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ താല്പര്യവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴും മന്ത്രി ഈ ഇരകളാക്കപ്പെട്ട ആളുകളുടെ ഈ പറഞ്ഞ പരാതികൾ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇൻ ക്യാമറ പ്രൊസീജിയറായി ജസ്റ്റിസിന്റെ മുന്നിലാണ്. സർക്കാർ 162 വകുപ്പ് പ്രകാരം രൂപീകരിച്ച ഒരു കമ്മിറ്റിയുടെ മുമ്പിലാണ്. സജി ചെറിയാൻ അല്പം മുമ്പ് ആലപ്പുഴയിലാണ് മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യം പറഞ്ഞത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് വളരെ പെട്ടെന്ന് കേൾക്കാം.